ഹായ് എവ്രി വൺ. ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമൻ്റാണെങ്കിൽ പോലും അത് കിട്ടി ഞാനത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലേറ്റായിട്ട് വീഡിയോ ഇടുന്നതിനും സോറി. ഞാൻ ഹോസ്പിറ്റലൈസ്ഡായിപ്പോയി. നമുക്കിവിടെ ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ ഭയങ്കര അസുഖങ്ങളൊക്കെയാണല്ലോ. അതിലൊന്ന് എനിക്കും പിടിച്ച് ഞാൻ 3 ആഴ്ചയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ കോമൻറ്റ്സ്. കാരണം ഓരോ കോമൻറ്റ്സും വായിക്കുമ്പോഴാണ് എനിക്ക് ആ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസും മോട്ടിവേഷനൊക്കെ പറയില്ലേ, അതൊക്കെ കിട്ടുന്നത്. ചില കോമൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ടച്ചബിളാണ്. ഞാനത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇത്രയും വലിയ സപ്പോർട്ട് ചെയ്യുന്നതിന്. വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ റിക്വസ്റ്റ് ചെയ്യുവാണേ. കാരണം അതാണല്ലോ എനിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയണത്. താങ്ക് യു. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാവേ. ചേച്ചിനെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് നിക്കേച്ചി കൂടാതെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. മിത്ര എന്ന ചേച്ചിയുടെ പേര്. ദേ അങ്ങോട്ട് നോക്കിയേ. ചേച്ചിനെ നല്ല സുന്ദരിയല്ലേ അവള്. പക്ഷേ ഇപ്പൊ അവള് ഞങ്ങളോട് ഇല്ല. രക്ഷ, നീ ഇതെവിടെ പോവാ? Wow, what a pleasant surprise. Hi, Dr. Mitra. മനസ്സിലായില്ലല്ലോ എന്നെ? ആരായാലും എനിക്കെന്താ? താൻ എന്തിനാ എന്നോട് പിടിച്ചു വെച്ചേക്കുന്നേ? എന്തിനെന്നെ കൈയൊക്കെ കെട്ടി വെച്ചേക്കുന്നേ? എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. താൻ എന്നെ അഴിച്ചുവിട്ടേ. അഴിച്ചു വിടാൻ വേണ്ടിയിട്ടല്ലല്ലോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എടോ, താൻ ആരാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കെൻ്റെ വീട്ടിൽ പോകണം. എന്നെ നിത്യ അവളിപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. താൻ എന്നെ ഒന്ന് വെറുതെ വിട്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് പണമാണ് വേണ്ടേ? അത് വേണേ ഞാൻ തരാം. എൻ്റെ അച്ഛനെ ഞാൻ മേടിച്ചു തരാം. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. ഓ, മണി, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഫോർ മീ. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞ ആ പണം, അത് കൊടുത്തു തന്നെ നിന്നെ ഞാനിങ്ങോട്ട് മേടിച്ചേ. പൈസ കൊടുത്ത് മേടിക്കാൻ ഞാനെന്താ വല്ല പാവയോ? താൻ എന്താ പറയുന്നേ? അറ്റ്ലീസ്റ്റ് ഒന്ന് തെളിച്ച് പറ. അങ്ങനെ നീ പറയുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിന്നോട് വിളമ്പേണ്ട കാര്യം എനിക്കുണ്ടോ? വെറുതെ ആവശ്യമില്ലാണ്ട് ഒച്ച ഉണ്ടാക്കാൻ നിൽക്കണ്ട. നല്ല രീതിക്കാണെന്നുണ്ടേ
ഞാനും നല്ല രീതിക്ക് നിന്നോട് പെരുമാറും. മറിച്ചാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ പോലും ഞാൻ അനുസരിക്കില്ല. മനസ്സിലായോ? എടോ, താൻ എന്നെ ഒന്ന് ഇവിടെ നയിച്ചു വിട്. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. എനിക്കെൻ്റെ അച്ഛനും അമ്മ എനിക്കൊന്ന് കാണണം. താൻ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കണേ? ഞാൻ തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? എൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ കരയണമെന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് താൻ ഈ പരിപാടിയൊന്നും കാണിക്കാൻ നിൽക്കണ്ട. പിന്നെ നിന്നെ എപ്പോൾ വിടണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് വിടാൻ തോന്നുന്ന സമയത്ത് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പക്ഷേ അതുവരെ ഇവിടുന്ന് ഞാൻ അറിയാതെ പുറത്ത് കിടക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. എന്നെ ആവശ്യമില്ല ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. അതുപോലെ ഞാൻ കുറച്ച് കണ്ടീഷൻസ് തരും, അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അറിയാതെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കരുത്. അതുപോലെ നിന്നെ നോക്കാൻ ഞാനിവിടെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് എൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നിനക്ക് അവരോട് പറയാം. അതിൽ കൂടുതലല്ലാത്ത ഒരു കാര്യങ്ങളും ആരോടും ഒന്നും പറയാൻ ശ്രമിക്കരുത്. ശ്രമിച്ചതായിട്ട് ഞാൻ അറിഞ്ഞ പിന്നെ അവർ ഈ പുറലോകം കാണില്ല. മനസ്സിലായോ? ഓക്കെ, താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് താൻ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും എന്നോടൊന്ന് പറയൂ. ആര് പറഞ്ഞിട്ടാ താൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? അതെങ്കിലും എന്നോടൊന്ന് പറ. ഓ മിത്ര, ശരിക്കും നീ എന്നെ മറന്നു? അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റും? ബട്ട് ഐ കാൻറ്റ്. എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നീ ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നത്. പിന്നെ ഞാനീ ചെയ്യുന്നതൊന്നും ആർക്കും വേണ്ടിയിട്ടില്ല. ഇത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന. അതുകൊണ്ട് നോ മോർ ക്വസ്റ്റ്യൻസ്. ഇനി ചോദ്യങ്ങളുടെ ആവശ്യമില്ല. ഞാൻ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ? അങ്ങനെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് കൊണ്ടെടുക്കാനാണ് പിന്നെ ഞാനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? താനെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ബി അധികം കൊണ്ട് ചിലക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ നിനക്ക് നല്ലത്. പ്ലീസ്, എൻ്റെ കാല് പിടിക്കും. എന്നെ ഒന്ന് വെറുതെ വിട്. എന്നെ ഒന്ന് വെറുതെ വിട്. എൻ്റെ മേലൊക്കെ വേദനിക്കുന്നുണ്ട്. പ്ലീസ്. ഐസക്, വിതൗട്ട് മൈ പെർമിഷൻ അവൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ഓക്കെ? യു സർ. പിന്നെ അവൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരാളും അറിയാൻ പാടില്ല. അമ്മ. സാർ, രക്ഷ എത്തിയിട്ടുണ്ട്. ഓൺ ദ വേ ആണ്.
ഹായ് രക്ഷ, ഹവയോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഫൈനാണെന്നുള്ള കാര്യം എനിക്കറിയാം. വാട്ട് അബൌട്ട് ദാറ്റ് ഗായ്? എടാ, ഒരു പെണ്ണിന് വേണ്ടി നീ ഇത്രത്തോളം എഫേർട്ട് ഇടുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിൻ്റെ കൂടെ ഇത്ര വർഷമായി ഞാൻ കൂടെ ഉണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു പെണ്ണിനെയും കൂടി നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അവളുമാരും നിൻ്റെ അടുത്തൊരു പരിധി വിട്ട് വന്നിട്ടില്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാ ഈ ഒരു പെണ്ണിന് വേണ്ടി നീ കോടികൾ മുടക്കുന്നു, എല്ലാവരെയും കൊന്നു കളയുന്നു? എന്താണ് നിൻ്റെ റീസൺ? എന്താണെങ്കിലും ഒരു കാര്യം നീ ഓർത്ത് വെച്ചാൽ നിനക്ക് നല്ലത്. അത് വേറൊരാൾ നോക്കി വെച്ചാലെടുത്തുന്ന നീയായിട്ട് തട്ടിക്കൊണ്ടുപോയി. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഫോർ യു. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിവേ, നീ അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നിൻ്റെ തലയ്ക്ക് മേൽ ആരുമില്ലെന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ, നീ ചോദിച്ച ഡീറ്റെയിൽസ് ഫുള്ളും ഇതിലുണ്ട്. അവരിലേക്ക് എത്താൻ നിനക്കധികം ദൂരമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചു. ഗുഡ് ബൈ. യാ, താങ്ക് യു സോ മച്ച്. എനിവേ, നൈസ് ടു മീറ്റ് യു. വീണ്ടും കാണാം. അയ്യടാ, അങ്ങനെ നൈസ് ടു മീറ്റ് യു പറഞ്ഞിട്ട് അങ്ങ് മുങ്ങാന്ന് വിചാരിക്കണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് തൽക്കാലം നീ ഇവിടുന്ന് പോയാൽ മതി. എന്താടാ നിനക്ക് ആ പെണ്ണിനോട് എന്താ? അന്ന് കണ്ടപ്പോൾ തോന്നിയ അതേ തോന്നൽ ഇപ്പോഴും നിൻ്റെ അടുത്തുണ്ട്? എനിക്കെന്ത്, അവളോടൊന്നുമില്ല. അന്ന് കണ്ടപ്പോൾ തോന്നിയൊരു തോന്നൽ, അവളെ ഒന്ന് നന്നായിട്ട് അടുത്തറിയാനുള്ളൊരാഗ്രഹം. അതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഫീലും അവളുടെ അടുത്തില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ബട്ട് എന്തിനു വേണ്ടിയിട്ടാ നീ ഇത്രത്തോളം എഫേർട്ട് ഇടുന്നേ? എല്ലാവരിൽ നിന്നും നീ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാ? അതും അവളോടൊന്നും ഇല്ലാത്തതുകൊണ്ടാ? ജസ്റ്റ് അവളെ ഒന്ന് അറിയാനുള്ള, നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ആഗ്രഹിച്ചതിൻ്റെ പുറത്തുള്ള തോന്നൽ മാത്രം, അവളെ ഒന്നറിയാൻ വേണ്ടി മാത്രമുള്ള അതാണ്. എനിക്ക് ഈ ലോകത്ത് വേണം തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്നേ വരെ ഞാൻ നേടാതിരുന്നിട്ടില്ല. അത് പണമാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലെത്തുക തന്നെ ചെയ്യും. ഓക്കെ, ഫൈൻ. പക്ഷേ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ? ദേവി, ഇത് നിൻ്റെ ആ സൈക്കോ സ്വഭാവമില്ലേ, അതാ കൊച്ചിൻ്റെ മേലെ നീ കാണിക്കരുത്. അതിനെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ പാവം തോന്നി. ബാക്കി കാര്യത്തിൽ അവൾ ഓക്കെയാ. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് ആരും എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നിയാലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അതവളെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പല സന്തോഷം എനിക്ക് വേറൊന്നുമില്ല. ശരി, താങ്ക് യു. എടാ, ഇത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഒരു സൈക്കോയാന്നുള്ളത്. ദേവി, ഇത് അവളെ നിനക്ക് വെറുതെ വിട്ടൂടെ? ഓക്കെ, നിൻ്റെ ഇഷ്ടം പോലെ. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് ഇത് നീ മിസ്സാക്കണ്ട. ഇതിനെ പറ്റിയുള്ള വേറൊരു തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. അവരിലേക്ക് എത്താൻ നിനക്കുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് രണ്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നിനക്കൊരിക്കലും അവരിലോട്ടെത്താൻ പറ്റില്ല. ശരി ഐസക്, കെയർഫുള്ളായിരിക്കണം. ഇതങ്ങോട്ടേക്ക് എത്തിച്ചേരാം. യെസ് സർ.
ഇവിടെ നിന്ന് ഇറങ്ങി. ഡോക്യുമെൻറ്റ്സ് രക്ഷയുടെ കയ്യിലല്ല, അത് വേറെ ആളെ ഏൽപ്പിച്ചേക്കും. ഞങ്ങളെന്താ ചെയ്യണ്ടേ? കിൽ ഹിം ആൻഡ് കളക്ട് ദ ഡോക്യുമെൻറ്റ്സ്. പിന്നെ അവൻ്റെ മറ്റവനെയും കൂടി ഇല്ലാണ്ടാക്കിയേ. ഓ രക്ഷ, അവളെ അത്ര പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാൻ നീ വിചാരിക്കണ്ട. ഓക്കെ സാർ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ വീട്ടിലെത്താൻ പറ്റില്ല. ഓഹ് മിത്ര, നിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞതാ, ആവശ്യമില്ലാതെ ഒരു അവിവേകം കാണിക്കരുത്. പക്ഷേ നിനക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീ എന്തിനാണ് വെറുതെ എന്നെ വാശി കയറ്റുന്നത്? ഞാൻ പറഞ്ഞത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് നിന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് കാര്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ കാണിക്കുന്നത്? നിനക്ക് ഇത്രയും നല്ല ബുദ്ധി പറഞ്ഞെന്ന ആളാരാ? നിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ആവശ്യമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുതെന്ന്. പക്ഷേ എന്ത് പറയാനാ മിത്ര, നീ ഞാൻ പറഞ്ഞ കേൾക്കില്ല. എനിക്കാരും ഒരു ബുദ്ധിയും പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. നീ എന്താ ഉദ്ദേശിക്കുന്നതിനെ കൊണ്ട്? എത്ര ദിവസമായി ഞാനിങ്ങനെ എനിക്ക് എൻ്റെ അച്ഛനമ്മേനൊക്കെ ഒന്ന് കാണും. നീ എന്നെ ഇവിടെ പൂട്ടിയിടുന്നുണ്ട്. നിനക്ക് എന്താ സന്തോഷം. നീ എൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെന്താ. നിനക്കെന്താ വല്ല ഭ്രാന്തം പിടിച്ചോ? നീ എന്താ ഇങ്ങനെ? നിനക്ക് സന്തോഷിക്കണമെങ്കിൽ വേറെ എത്രയൊക്കെയോ വഴികളുണ്ട് മിത്ര. ആ വഴികളൊന്നും നിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ സന്തോഷത്തിൽ ഇത്രയും ഉണ്ടാവില്ല. രക്ഷ എന്നെ രക്ഷ, ഞാനിന്റെ കാര്യം പിടിക്കും. വീട് വേണ്ട രക്ഷ, വേണ്ട രക്ഷ, എന്നെ വീട്. Mitra, I'm sorry. Oh, shit. Cha. ഇതിലും നല്ലത് താൻ എന്നെ അവർക്ക് കൊടുക്കുന്നതായിരുന്നു. അതാകുമ്പോൾ അവരെങ്ങനെ കൊന്നു കളഞ്ഞനെ. തൻ്റെ കയ്യിൽ ഇതുപോലെ അങ്ങ് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ നീ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനെന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? ദയവേത് എന്നൊന്ന് വെറുതെ വിട്. ഇല്ല മിത്ര, അവർക്ക് മാത്രമല്ല, ഇനി ഒരാൾക്കും നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിന് ഈ രക്ഷഭൂമി നില്ലതാകണം. നിന്നെ എൻ്റെ മുമ്പിൽ ഇതുപോലെ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ ജീവിതവും നിൻ്റെ ഈ ജീവനും
എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഈ എനിക്ക് മാത്രം. പിന്നെ ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് ഞാൻ നടത്തി തന്നെ വിടും. നിന്നെ ഇനി എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. എടോ, എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക, നീ എന്നെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? നിന്നെ ഇങ്ങനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. എന്തേ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷേ പറയാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നിനും സംഭവിക്കില്ല. നിനക്കെന്നെ ശരിക്കും ഓർമ്മയില്ല മിത്ര? അത്ര പെട്ടെന്നൊക്കെ ഒരാൾക്ക് മറക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, ഞാനൊരു കണ്ടീഷൻ വെക്കട്ടെ. നിനക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നിന്നെ എങ്ങനെയെന്നല്ല, എനിക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. നിന്നെ എൻ്റെ കൺമുമ്പിൽ കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. ദയവേത് എന്നെ ഒന്ന് വെറുതെ വിട്. പിന്നെ നീ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മിത്ര, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ഒരു കാര്യം ചെയ്യ്, ട്രീറ്റ് മീ ലൈക്ക് യുവർ ഹസ്ബൻഡ്. നീ എന്നെ ഒരു ഭർത്താവായി കണ്ടാൽ മതി. എടോ, നിനക്ക് പ്രാന്താണോ? എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. താൻ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു ഭാര്യ ഭർത്ത ജീവിതം എന്നൊക്കെ പറയണേ. അത് നിസ്സാരമായിട്ട് കാണാനാണ് നിനക്ക് പറ്റുന്നത്. അല്ലെങ്കിലും നിന്നെപ്പോലൊരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല. എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല. പിന്നെയല്ലേ, എൻ്റെ കഴുത്ത് നിൻ്റെ മുമ്പിൽ ഒരിക്കലും നീട്ടിത്തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് നീ ഒരിക്കലും ആഗ്രഹിക്കുകയും വേണ്ട. ശരിക്കും നിനക്ക് അത്രയ്ക്ക് വാശിയാണോ? മിത്ര, ആവശ്യമില്ലാതെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാതെ എന്തിനാ വെറുതെ എന്നെ വാശി പിടിപ്പിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. അതിന് ഞാൻ പോലും തീരുമാനിക്കില്ല. നീ എൻ്റെ മാത്രം. നിന്നെ ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇനി നിൻ്റെ ജീവിതം അത് എൻ്റെ കൂടെയാണ്, ഈ അവസാനം വരെ എൻ്റെ കൂടെ തന്നെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾക്കൊന്നും ഇനി ദയവ് ചെയ്ത് വാ തുറക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിനിയും വാശി കൂടും. ഇപ്പം നിൻ്റെ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എൻ്റെ ആയിട്ടുള്ളൂ. ഇനി മുഴുവനായിട്ടും എൻ്റെതാക്കാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും എൻ്റെ മുമ്പിൽ ഇതുപോലെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ വാശി പിടിക്കരുത് മിത്ര. ഇപ്പം നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്നെ ഞാൻ ഒരു ഭർത്താവായിട്ട് കാണണം. എടോ, അതിനെന്ത് യോഗ്യതയാണ് നിനക്കുള്ളേ? അതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേ. എനിക്കിനി കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ താല്പര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്, വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ. ആവശ്യമില്ലാതെ കണ്ണീരൊന്നും വേണ്ട. ഈ ഡ്രസ്സൊക്കെ ഒന്ന് പോയി ചേഞ്ച് ചെയ്യ്. എന്താ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്നത്? മിത്ര, നീ എൻ്റെ കൂടെ നല്ല രീതിക്ക് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നീയും നിൻ്റെ വീട്ടുകാരൊക്കെ സേഫായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട, ഓക്കെ? ഓ, നിനക്ക് ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. സാരമില്ല, വാഷ്റൂമിൽ എൻ്റെ ഒരു ഷർട്ട് കിടപ്പുണ്ട്, അതെടുത്തിട്ടോ. അമ്മ, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവമേ, ഇവനെന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇനി ഒരിക്കലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. അവൻ്റെ മുമ്പിൽ ഞാൻ മിത്ര, നീ എനിക്കൊരു ഭ്രാന്താണ്. അത് മനസ്സിലാക്കാൻ
എനിക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. അവിടെ ഇരിക്കുക, ഞാൻ ചെയ്തു തരാം. മതി, ഇനി ഞാൻ തന്നെ ചെയ്തോളാം. രക്ഷ, നീ ഇതെവിടെയാ? ഓ, ഈ നാശം ഇതെപ്പോ വന്നു?